ആവേശത്തിന്റെ ആഘോഷത്തിന്റെ മണിക്കൂറുകളിലായിരുന്നു കഴിഞ്ഞ കുറച്ചു സമയമായി കേരളം. 1.5 മാസത്തിലധികം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് ഇന്നിപ്പോൾ അല്പം മുമ്പ് കൊട്ടിക്കലാശത്തോടുകൂടി സമാപനമായിരിക്കുന്നത്. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മിനിറ്റുകളിൽ കേരളം അതീവ ജാഗ്രതയോടെ ആരെ തങ്ങളുടെ ജനപ്രതിനിധിയായി പാർലമെന്റിലേക്ക് അയക്കണം എന്നുള്ള തീരുമാനത്തിൻ്റെതാണ്. വളരെ സജീവമായ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്ത തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. ദേശീയ തലത്തിലെ വിഷയങ്ങൾ, ഒപ്പം തന്നെ കേരളത്തിലെ സാഹചര്യങ്ങളൊക്കെയും വളരെ സജീവമായി തന്നെ ചർച്ച ചെയ്തു. ജോസിൽ വീണ്ടും ചേരുകയാണ്. ജോസിൽ, ഇടുക്കി മണ്ഡലത്തിലെ വിവരങ്ങൾ നൽകാനാണ് ചേരുന്നത്. ജോസിൽ, ഇടുക്കി മണ്ഡലത്തിന്റെ പ്രത്യേകിച്ചും ഇടതുമുന്നണിയുടെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെയും ഏറ്റുമുട്ടുകയും വിജയവും പരാജയവും മാറി മാറി തുണച്ച സ്ഥാനാർത്ഥികൾ കൂടിയാണ്. അവർ ഇവിടെ വീണ്ടും ഏറ്റുമുട്ടുന്നു. എങ്ങനെയായിരുന്നു ഇടുക്കിയിലെ കാഴ്ചകൾ? അസിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് മൂന്നാം പോരാട്ടമാണ്. പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികൾ LDFന്റെയും UDFന്റെയും അഡ്വക്കേറ്റ് ജോയ്സ് ജോർജും ഡീൻ കുര്യാക്കോസും ഇത് മൂന്നാം പോരാട്ടത്തിനാണ് ഒരുങ്ങുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ വികസനത്തെ ഊന്നിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് കഴിഞ്ഞ 2 മാസക്കാലമായി LDF നടത്തിയത്. LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിനെ വളരെ നേരത്തെ തന്നെ LDF പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ ഏകദേശം 3 റൗണ്ടോളം മണ്ഡലത്തിൽ പര്യടനം പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇന്ന് കൊട്ടിക്കലാശത്തിലേക്ക് LDF എത്തിയത്. ആ LDF ഊന്നി പറഞ്ഞത് ഈ രണ്ട് പേരുടെയും അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിൻ്റെ 2014 മുതൽ 19 വരെയുള്ള കാലഘട്ടവും അതിനുശേഷം ഡീൻ കുര്യാക്കോസിൻ്റെ 2019 മുതൽ 2024 വരെയുള്ള കാലഘട്ടവും ഇത് തമ്മിൽ താരതമ്യം ചെയ്യണം എന്ന് ജനങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 4750 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇടുക്കി മണ്ഡലത്തിൽ ഉടനീളം നടപ്പിലാക്കിയ ഒരു കാലഘട്ടമായിരുന്നു അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിൻ്റേത്. കേന്ദ്ര റോഡ് ഫണ്ട് എന്നത് ഇടുക്കി ജില്ലയിലേക്ക് ആദ്യമായി എത്തുന്നത് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിൻ്റെ കാലഘട്ടത്തിലാണ്. അത്തരത്തിലുള്ള 9 റോഡുകളാണ് ജോയ്സ് ജോർജിൻ്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ചത്. അങ്ങനെ 4750 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതിന് ശേഷമാണ് 2019 ഇലക്ഷനിൽ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ഡീൻ കുര്യാക്കോസ് MP ആയി ഇടുക്കി മണ്ഡലത്തിലേക്ക് വന്നു. ആ 5 വർഷം വികസന മുരടിപ്പിൻ്റെ കാലഘട്ടമായിരുന്നു എന്നാണ് ഇടുക്കിയിൽ LDFന്റെ പ്രധാന ആരോപണം. ആ ഒരു ആരോപണം ജനങ്ങൾക്കിടയിലേക്ക് എത്തി. അതൊരു വലിയ ചർച്ചയായി മാറിയ സാഹചര്യത്തിലാണ് ഡീൻ കുര്യാക്കോസ് നിരവധി ആരോപണങ്ങളുമായിട്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം വന്നത്. ഈ ശബരി പളനി ദേശീയപാതയടക്കം ഒരു കാരണവശാലും അത്തരത്തിലുള്ള എഗ്രിമെൻറ്റുകളോ അപ്രൂവലൊന്നും ലഭിച്ചിട്ടില്ല എന്ന രീതിയിലുള്ള പ്രതികരണം സോഷ്യൽ മീഡിയയിലൂടെ ഡീൻ കുര്യാക്കോസ് നടത്തി. എന്നാൽ ആ കാലഘട്ടത്തിൽ തന്നെ ജോയ്സ് ജോർജ് പാർലമെൻറ്റിനകത്ത് നടത്തിയ പ്രസംഗങ്ങളും അന്നത്തെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ജോയ്സ് ജോർജിന് കൊടുത്ത കത്ത്, ഇത് അപ്രൂവലായി എന്നുള്ള രീതിയിൽ കൊടുത്ത കത്തുകളും അതനുസരിച്ച് സംസ്ഥാന ഗവൺമെൻറ് അന്ന് 2220 കോടി രൂപയുടെ DPR തയ്യാറാക്കി കൊടുത്തതുമെല്ലാം വളരെ വ്യക്തമായി പ്രതിപാദിച്ച്, അതുപോലെ തന്നെ ഇപ്പോൾ 4 കോടിയിലധികം രൂപ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഡീൻ കുര്യാക്കോസ് ആകെ MP ഫണ്ടായി ലഭിച്ചത് 17 കോടി രൂപയാണ്. അതിൽ 4 കോടി രൂപയിലധികം ഈ ലാപ്സാക്കി കളഞ്ഞു എന്നുള്ള ആരോപണം LDF ഉയർത്തിയ സാഹചര്യം അങ്ങനെയൊന്നില്ല, അതൊരു തെറ്റായ പ്രചരണമാണ് എന്ന് പറഞ്ഞ പരാതി ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തത് ഡീൻ കുര്യാക്കോസാണ്. അപ്പോൾ CPMൻ്റെ ജില്ലാ സെക്രട്ടറി വിവരാവകാശ നിയമപ്രകാരം അതിൽ അപേക്ഷ കൊടുത്തു. വളരെ കൃത്യമായി ഇപ്പോൾ ഇടുക്കി കളക്ടർ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 4 കോടി രൂപയോളം, ഏകദേശം 3,88 ലക്ഷം രൂപയോളം ഡീൻ കുര്യാക്കോസ് MP ഫണ്ടായി ലഭിച്ച തുക പോലും ലാപ്സാക്കി കളഞ്ഞു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ രേഖാമൂലം CPMൻ്റെ ജില്ലാ സെക്രട്ടറിക്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വികസനം ചർച്ചയായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ കൊട്ടിക്കലാശമാണ് നടന്നിരിക്കുന്നത്. ജോയ്സ് ജോർജിൻ്റെ കൊട്ടിക്കലാശം ഇവിടെ കട്ടപ്പനയിലാണ് നടന്നത്. ആയിരക്കണക്കിന് പേരാണ്, വിവിധ കലാരൂപങ്ങളടക്കം ആയിരക്കണക്കിന് പേരാണ് ഈ കൊട്ടിക്കലാശത്തിൽ അണിനിരുന്നത്. എന്നാൽ ഡീൻ കുര്യാക്കോസിൻ്റെ കൊട്ടിക്കലാശ പരിപാടി നടന്നത് തൊടുപുഴയിലാണ്. അസിത. ശരി, ജോസലാണ് വിവരങ്ങൾ നൽകിയത്. വളരെ സജീവമായ അവസാന നിമിഷം വരെ വിവിധ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്ത മണ്ഡലം കൂടിയാണ് ഇടുക്കി.